വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മെന്റ് നാസിമാണ്. ജാനുവരി 22 11:30 S25 സീരീസ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോൺ ആയിട്ടുള്ള S25 സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. S25 സീരീസ് ഇറങ്ങി കഴിയുമ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ S24 അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങളുമായിട്ടാണ് S25 വരുന്നത്. S24 അപേക്ഷിച്ച് S25 വന്നു കഴിയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അപ്ഡേറ്റ് ആണ് 25 നമുക്ക് മുന്നിലേക്ക് സാംസങ് ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Let's go. S25 വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസൈനിൽ തന്നെയാണ്. 4 സൈഡും എല്ലാവർക്കും അറിയാം സ്ക്വയർ ആയിട്ടാണ് S24 അൾട്ര നമുക്ക് മുന്നിലേക്ക് വന്നത്. ഈ ഒരു 25 സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു സ്ക്വയർ മാറ്റിയിട്ട് ചെറിയൊരു കർവ് ആണ് 4 സൈഡിലും വന്നിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ടൈറ്റാനിയം ഫ്രെയിമിൽ തന്നെയാണ് S24ഉം S25 ഇറങ്ങാൻ പോകുന്ന S25ഉം വരാൻ പോകുന്നത്. അതേപോലെ തന്നെ S24 അപേക്ഷിച്ച് S25 വന്നു കഴിയുമ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കി കഴിയുമ്പോൾ 24 അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു വലിപ്പം കൂടുതൽ 25 വരുമെന്ന് റൂമേഴ്സ് പ്രകാരം പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, iPhone 16 ഇറങ്ങിയ സമയത്ത് 15 അപേക്ഷിച്ച് അല്പം വലിപ്പം കൂടിയിരുന്നു. അതനുസരിച്ച് ഇത്തവണ 6.9 ഇഞ്ചിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം പറയുന്നത്. ദെൻ രണ്ടാമത്തെ വലിയ മാറ്റം പ്രോസസ്സറിൽ തന്നെയാണ്. 24 അപേക്ഷിച്ച് 25 വന്നു കഴിയുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പക്ഷെങ്കിൽ 24 8 Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറായിരുന്നു വന്നിരുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിലും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും AI ഫീച്ചേഴ്സും ഉൾക്കൊണ്ടുകൊണ്ടാണ് S25 വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ തന്നെ എലൈറ്റ് ചിപ്സെറ്റ് ആണ് ഈ ഒരു 25 സീരീസ് വരുന്നത്. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ, ഈവൻ ഗെയിമിങ്, ഇതേപോലുള്ള കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ചിപ്സെറ്റ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ ഭാഗത്ത് S24 അപേക്ഷിച്ച് ഒരു പിടി മുന്നിലായിരിക്കും S25 അൾട്ര വരുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്നും വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ബസ്ലെസ് ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. S24 അപേക്ഷിച്ച് S25 വന്നു കഴിയുമ്പോൾ ബസൽസ് തീർത്ത് കുറച്ചായിരിക്കും S25 ഇത്തവണ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ക്യാമറയുടെ വശത്താണ്. നമുക്ക് 50 മെഗാ പിക്സലിന്റെ ഐസോസെൽ സെൻസർ ആണ് S24 വന്നിരുന്നത്. ഇത് മാറ്റിയതിനു ശേഷം 50 മെഗാ പിക്സലിന്റെ സെൻസർ നൽകാൻ പോകുന്നത് സോണിയാണ്. അത് കളർ ആൻഡ് ഷാർപ്നെസ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആകുമെന്നാണ് S25 റൂമേഴ്സ് പ്രകാരം അറിയുന്നത്. 50 മെഗാ പിക്സലിന്റെ ഈ ഒരു സെൻസർ സോണിയാണ് നൽകുന്നതെങ്കിൽ കളർ ആൻഡ് ഷാർപ്നെസ്സും മാത്രമല്ല ലൈറ്റും നല്ല രീതിയിൽ ബെറ്റർ ആകുമെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് പ്രകാരം അറിയുന്നത്. S24 അൾട്രയിൽ 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ ആയിരുന്നു. ഈ ഒരു അൾട്രാ വൈഡ് ക്യാമറ 50 മെഗാ പിക്സലിലേക്ക് ജമ്പ് ചെയ്യും, 50 മെഗാ പിക്സലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ അറിയുന്നുണ്ട്. സ്റ്റോറേജിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ 12256 ആയിരുന്നു S24 ഉണ്ടായിരുന്നത്. ആ ഒരു 12256 മാറിയതിനു ശേഷം സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് 16256 വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. പ്ലാറ്റ്ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ S25 സീരീസ് വരാൻ പോകുന്നത് Android 15 കൂടിയായിരിക്കും. അതേപോലെ തന്നെ One UI 7 ഈ ഒരു S25 നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കി കഴിയുകയാണെങ്കിൽ S24 സീരീസിൽ 4000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വന്നിരുന്നത്. S25 വന്നു കഴിയുമ്പോൾ ഈ ഒരു സെയിം 4000 mAh തന്നെയായിരിക്കും. പക്ഷേങ്കിൽ സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ട് ബാറ്ററി ലൈഫ് പെർഫോമൻസ് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു പ്രധാന മാറ്റങ്ങളാണ് S24 അപേക്ഷിച്ച് S25 വരുമ്പോൾ വരാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞ പെർഫോമൻസ്, ഡിസ്പ്ലേ, അതേപോലെ തന്നെ ഡിസൈൻ, ഈ ഒരു കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ S24 അപേക്ഷിച്ച് S25 വന്നു കഴിയുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത്. S25 കിട്ടാൻ പോകുന്ന One UI 7 ആണെങ്കിലും Android 15 പ്ലാറ്റ്ഫോം ആണെങ്കിലും AI ഫീച്ചേഴ്സ് ആണെങ്കിലും നെക്സ്റ്റ് ഒരു അപ്ഡേറ്റോട് കൂടി നമുക്ക് S24 സീരീസിലേക്കും ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് തന്നെ S24 ഉപയോഗിക്കുന്ന ഒരാൾ S25 അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് S24 ഉപയോഗിക്കുന്ന ആളുടെ മാത്രം ഒരു തീരുമാനമായിരിക്കും. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നോക്കി കഴിയുകയാണെങ്കിൽ 24 ഉപയോഗിക്കുന്ന ഒരാൾ 25 അപ്ഡേറ്റ് ചെയ്യേണ്ട വേണ്ടത്ര മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഇതേപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.